എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചധികം ഫോളോവേഴ്സ് ആണുള്ളത്. പക്ഷെ ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ മെസ്സേജ് അയക്കുന്നതിൽ ഭൂരിഭാഗം പേരും ചോദിക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് നിങ്ങളിപ്പോൾ തംബ്നെയിലിൽ കണ്ട ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പലർക്കും ഫിൻലാൻഡിന്റെ ക്യാപിറ്റൽ അല്ലെന്നുണ്ടെങ്കിൽ മെയിൻ സിറ്റികളുടെ പേര് പോലും അറിയില്ല. അവർക്ക് ഫിൻലാൻഡും അറിയാം, ഈ പറഞ്ഞ വാസ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവർക്ക് അറിയാമെന്നുള്ളത്. അത്രയും മാത്രം ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ അവിടെയുള്ള പല ഏജൻസികളും സ്റ്റുഡൻസിന്റെ മേൽ കൊടുക്കുന്നുള്ളതാണ്. അവർക്ക് പലർക്കും അറിയില്ല. ഫിൻലാൻഡിൽ ഇങ്ങനെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഹെൽസിംഗി അതെവിടെയാണ് ചേട്ടാന്ന് അറിയാൻ പാടില്ല. മണി ഫെസ്റ്റിവലും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. വാസ അവർക്ക് കൃത്യമായിട്ട് അറിയാം. വാസയിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിട്ടാണ് ഓരോ ഏജൻസിയും സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അവർ സംസാരിക്കുന്നതും അവർ പറയുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. ചേട്ടാ ഏജൻസി പറഞ്ഞു എന്നുള്ള രീതിക്കാണ്. അപ്പോൾ എന്താണ് വാസ, വാസയിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റി ആണുള്ളത്, വാസ ആർക്കൊക്കെ പറ്റും, എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള A to Z ഒരു വീഡിയോ ആണിത്. ഒരു വാസ യൂണിവേഴ്സിറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ വാസ എന്ന് പറയുന്ന റീജിയനെ പറ്റിയോ ഫിൻലാൻഡിനെ പറ്റിയോ ഒന്നും കുറ്റം പറയുന്ന വീഡിയോസ് ഒന്നുമല്ല. അപ്പം എൻ്റെ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല വേറൊരാൾക്ക്, എൻ്റെ ഒരു റിസർച്ചിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടോ ഇൻസൈറ്റ്സ് ഒന്നും ആയിരിക്കില്ല വേറൊരാൾക്ക്. അപ്പം അങ്ങനെയാണ്. അപ്പം നിലവിൽ എനിക്കിപ്പോൾ മെസ്സേജ് എനിക്ക് തന്നെ അത്ഭുതമായി പോകും. ഒരു ഫോളോവേഴ്സ് ഒന്നും ഇല്ലാത്ത ഫോളോവേഴ്സ് നമ്പേഴ്സ് എനിക്ക് വലിയ നമ്പർ തന്നെയാണ്. എങ്കിലും പൊതുവിൽ അത്ര വലിയ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഫോളോവേഴ്സോ ഇൻസ്റ്റാഗ്രാമിലൊന്നും ആളില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് വരെ വരുന്ന മെസ്സേജുകൾ കൂടുതലും വാസ എന്നാണ്. വാസയുടെ സ്പെല്ലിംഗ് വരെ തെറ്റിച്ച് മെസ്സേജ് അയക്കുന്നവരുണ്ട് എനിക്ക്. പക്ഷെ അവർക്ക് വാസ എന്നുള്ളത് അറിയാം, ഫിൻലാൻഡിലുള്ള സ്ഥലം. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണിത്. താല്പര്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഇപ്പോൾ വാസയിൽ വരാനിരിക്കുന്ന ആൾക്കാർ എൻ്റെ വീഡിയോ ഒന്ന് കാണണ്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ഇവിടെ വന്നതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾ കാണും. അപ്പോൾ കണ്ടിട്ടൊക്കെ വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണിത്. ഫസ്റ്റ് എന്താണ് വാസ എന്നുള്ളതാണ്. ഫിൻലാൻഡിന്റെ മാപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. വെസ്റ്റ് സൈഡിലുള്ള ഒരു കോസ്റ്റൽ ലൈൻ പോലത്തെ ഒരു സ്ഥലമാണ് ഈ വാസ. ഈ വാസ എന്ന് പറയുന്നത് ഒരു ഐലൻഡ് ആണ്. അപ്പോൾ അത് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഫിൻലാൻഡിലെ ഹെൽസിംഗി പോലുള്ള എല്ലാ മെയിൻ സിറ്റികളും പല സ്ഥലങ്ങളൊക്കെ ഫിൻലാൻഡിൽ ഐലൻഡ് തന്നെയാണ്. കാരണം ലേക്സും ഐലൻഡും കൂടിയ ഒരു രാജ്യം തന്നെയാണ് ഫിൻലാൻഡ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ വാസയുടെ ഒരു പഴയകാല ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വീഡനുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ സ്വീഡന്റെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇതൊക്കെ പറയണത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ ഞാൻ പോകെ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ സ്വീഡന്റെ കേസ് ഞാൻ പറഞ്ഞതുള്ളത് കൊണ്ട് തന്നെ ഫിൻലാൻഡിൽ എല്ലാ സ്ഥലങ്ങളിലും ഫിന്നിഷുമാണ് മെജോറിറ്റി സ്ഥലങ്ങളിലും ജോബ് കിട്ടാനായിട്ട്. പക്ഷെ വാസയുടെ കേസിൽ ഈ സ്വീഡിഷ് കമ്മ്യൂണിറ്റി അവിടെയുണ്ട്. അതായത് 25% പോപ്പുലേഷൻ്റെ 25% ആൾക്കാരും സ്വീഡിഷ് അത്രയധികം സംസാരിക്കുന്ന ആൾക്കാരാണ്. അതായത് സ്വീഡിഷാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ജോലി നോക്കണമെങ്കിലും പാർട്ട് ടൈം നോക്കണമെങ്കിലും ഒക്കെ ഈ സ്വീഡന്റെ ഒരു ഹാർഡിലും കൂടെ വരും. അതായത് സ്വീഡനും കൂടെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള സ്വീഡിഷും കൂടെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരും. ഫിൻലാൻഡിൽ മറ്റു റീജിയനിലൊക്കെ ഫിന്നിഷോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഒക്കെ മതി. പക്ഷേ വാസയുടെ കേസിൽ സ്വീഡിഷ് കൂടെ നിങ്ങളുടെ അടുത്ത് മെജോറിറ്റി ജോബിലും ചോദിക്കും. അത് ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനായിട്ടുള്ള കാരണം. അവിടുത്തെ ഒരു പോപ്പുലേഷനാണ് ഏതാണ്ട് ഒരു 68,000 ഒരു 70,000 ആൾക്കാരെ വാസയിലുള്ളൂ, താമസിക്കുന്നുള്ളൂ. ഫിൻലാൻഡിന്റെ ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 14ാമത്തെ മുനിസിപ്പാലിറ്റി എണ്ണങ്ങളിൽ 14ാമത്തെ താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വളരെ നല്ല സിറ്റി തന്നെയാണ് വാസ. അതിനകത്ത് ഒരു തർക്കവുമില്ല. അടിപൊളി സ്ഥലമാണ് വാസ താമസിക്കാനായിട്ട്. സ്റ്റുഡൻസിനായിരുന്നാലും ഫാമിലീസിനൊക്കെ ആയിട്ടും വളരെ സമാധാനത്തിൽ താമസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് വാസ. പക്ഷെ ഒരു വിഷയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻസ് മെജോറിറ്റി പേരും വരുന്ന സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ ഞാനടക്കമുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മളൊക്കെ വരുമ്പോൾ നമുക്കറിയാം പഠിക്കുക എന്നുള്ളത് ഞാനിപ്പോഴും പറയുന്നു, ഒരു കൺട്രിയിൽ ഇങ്ങോട്ട് പോകുമ്പോൾ പഠിച്ച് പാസ്സായി സർട്ടിഫിക്കറ്റ് കയ്യിൽ മേടിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം നിങ്ങളുടെ നമ്പർ 1 ടാസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട സാധനം. പക്ഷേ എങ്കിലും നമുക്ക് പാർട്ട് ടൈം ഒക്കെ വേണം, അല്ലെങ്കിൽ ഏണിങ്സ് ഇല്ലാണ്ടൊക്കെ സർവൈവ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് നാട്ടിലുള്ള ഏജൻസികൾ പറയുന്ന ഒരു കാര്യങ്ങൾ ഞാൻ 3 തരത്തിൽ തിരിക്കാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചത് കേൾക്കണം. നമ്മളെപ്പോലെ ബാച്ചിലേഴ്സ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാർ ജോലിയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു ഏജൻസിയിൽ കയറി പറ്റും അല്ലേ. നമ്മൾ ഒരു ഏജൻസിനെ ട്രസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു കൺസൾട്ടന്റിന്റെ ഒരു ബലത്തിലായിരിക്കും. അവരിപ്പോൾ എന്താണ് ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ആണെന്ന് ഇരിക്കട്ടെ, ഞാൻ കയറുന്നത് ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയില്ല, എനിക്ക് അതിനെപ്പറ്റി ഏറ്റവും അറിയത്തില്ല. അപ്പം അങ്ങനെ കയറുമ്പോഴത്തേക്കിന് ഈ ഏജൻസികൾ അവർക്ക് പിച്ചിങ് പോയിന്റ്സ് പഠിപ്പിച്ചു കൊടുക്കും. അതായത് ഒരു കൺട്രീനെ പറ്റി പറയുമ്പോഴത്തേക്കിന് ഒരു സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കിന് അവർ നമുക്ക് കിട്ടണം, നമ്മൾ വഴി ട്രാവൽ ചെയ്യണം എന്നുള്ള രീതിക്ക് കുറച്ച് പിച്ചിങ് പോയിന്റ്സ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഇവിടെ അതുണ്ട് മറ്റതുണ്ട്. ഇവർ ജീവിതത്തിൽ ഗൂഗിൾ മാപ്പിൽ ആ കൺട്രിയുടെ പേര് പോലും സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതൊരു കേസ്. കാരണം എന്താണ്, അവർക്ക് ജോലി കിട്ടി അവർക്ക് അതിനെപ്പറ്റി അറിവില്ല, പൊട്ടന്മാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളടുത്ത് അങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു കേസുണ്ട്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം, കാര്യങ്ങളൊക്കെ അറിയാം ഏകദേശം. ഇവിടെ പോയി കഴിഞ്ഞാൽ അവൻ പെട്ടുപോകും. പക്ഷെ നമുക്ക് ഈ രാജ്യത്ത് ഇത്ര പേരെ വിട്ടേ പറ്റുള്ളൂ, കമ്മീഷൻ ബേസിൽ നമുക്ക് ഇത്ര കിട്ടിയേ പറ്റത്തുള്ളൂ. അതായത് അറിയാം അവിടെ പോയ ഒരു സാധനവും ഇല്ല, പെട്ടുപോകാൻ. എങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എങ്ങനെയെങ്കിലും അവനെ കയറ്റി അങ്ങ് വിടാം. അങ്ങനെയുള്ളവന്മാരാണ് ഡേഞ്ചറസ്. അങ്ങനെയുള്ള ഏജൻസി എന്നുള്ളവരാണ് എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചത്. ഇപ്പം ഞാൻ ഒരു കാര്യം അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും പക്ഷെ അവർ പറയും
അല്ല ബ്രോ ഏജൻസി ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ് ഇങ്ങോട്ട് തർക്കിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളടത്തും ഞാൻ പിന്നെ റിപ്ലൈ കൊടുക്കാറില്ല. ജസ്റ്റ് ഓക്കെ ബ്രോ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ക്ലോസ് ചെയ്യാറാണ് പതിവ്. ഇനി മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, സത്യം പോലെ പറയും മോനെ ഫിൻലാൻഡൊക്കെ പഠിക്കുക അടിപൊളിയാണ്, പക്ഷേ വാസം എന്ന റീജിയനിൽ പോയി കഴിഞ്ഞാൽ പാർട്ട് ടൈം കിട്ടാൻ കുറച്ച് പാടുണ്ട്. ഇങ്ങനെ സത്യമായിട്ട് പറയുന്ന ഏജൻസികൾ കേരളത്തിലുണ്ട് കേട്ടോ. കൃത്യമായിട്ട് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ ആയിട്ടേ അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ എന്ന് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞ് ബിസിനസ് ചെയ്യുന്ന മാന്യമായ ഏജൻസികൾ കേരളത്തിലുണ്ട് കേട്ടോ. ഞാനീ രണ്ടാമത്തെ കാറ്റഗറിയാണ് സൂക്ഷിക്കേണ്ടത്. എല്ലാം കൃത്യമായിട്ട് അറിയാം, അവിടെ പോയി കഴിഞ്ഞാൽ വടപടലോ, പക്ഷെ അവർ പറയത്തില്ല ഇങ്ങനെയാണ്. അപ്പോൾ എനിക്കതിൽ മെസ്സേജ് അയച്ചതിൽ നമുക്കിനി അപ്പോൾ വാസയുടെ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായല്ലോ. 70,000 ആൾക്കാരാണ് പോപ്പുലേഷൻ ഉള്ളത്. 25% കമ്മ്യൂണിറ്റിയും സ്വീഡിഷാണ്. സാഹചര്യം സ്വീഡിഷും നമുക്ക് വേണ്ടി വരും ജോബിൽ. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് വാസയിലുള്ളത് എന്നുള്ളത് നോക്കാം. ഞാൻ പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ തെറ്റിയിരിക്കരുത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നോവിയ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് ആണ്, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽസിംഗി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽസിംഗിയുടെ ഒരു ലീഗൽ സ്റ്റഡീസിന് വേണ്ടി മാത്രം, അത് സ്വീഡിഷിലും ഫിനിഷിലും മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു പഠിപ്പിക്കുന്ന ഒരു സംവിധാനം കൂടെ വാസയിലുണ്ട്. അത് പലർക്കും അറിയില്ല, കാരണം ഒന്നത് സ്വീഡിഷിലും ഫിനിഷിലേ പഠിക്കാൻ പറ്റുള്ളൂ, പിന്നെ ലീഗൽ സ്റ്റഡീസ് ആണ്. പിന്നെ ഹങ്കൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഒരു ബിസിനസ് സ്കൂളുണ്ട്. പിന്നെ വെച്ചാൽ അബോ അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്. പിന്നെ എന്നുള്ളതാണ് നമ്മുടെ മെയിൻ 2 താരങ്ങൾ. ഒന്ന് യൂണിവേഴ്സിറ്റി ഓഫ് വാസ, ഇത് യൂണിവേഴ്സിറ്റി ഓഫ് വാസ ഞാനിവിടെ കാണിക്കാം. ഒന്ന് വാസ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ്. ഈ 2 സാധനങ്ങളും 2ആണ്. മനസ്സിലായ ചേട്ടാ? എവിടെ എനിക്ക് ഏത് യൂണിവേഴ്സിറ്റി ഓഫ് അഡ്മിഷൻ കിട്ടിയ? അത് വാസല്ലേ ഏതാ? വാസ. ഇത്ര അറിയാവും. അങ്ങനെയല്ല, യൂണിവേഴ്സിറ്റി ഓഫ് വാസ വേറെ, വാസ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് വേറെ. വാമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കളറിലൊക്കെ നിങ്ങൾക്ക് കാണിക്കും, ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത് 2ആണ്. ഇനി എന്താണ് ഈ 2 യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള വ്യത്യാസം പറയുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റിയും അപ്ലൈഡ് സയൻസും തമ്മിലുള്ളൊരു വ്യത്യാസം പറയാം. ടെക്നിക്കലി നല്ലൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് അതിന്, ഞാൻ കാണാതെ പഠിച്ചതാണ്, മറന്നു അത് വിട്. നമുക്ക് സ്റ്റുഡൻസിന് മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ യൂണിവേഴ്സിറ്റി എന്താ? ഒരു ബിടെക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു സാധാരണ യൂണിവേഴ്സിറ്റി നിങ്ങൾ എടുത്ത് നോക്കും. മൺഡേ ടു ഫ്രൈഡേ XYZ ടൈം ടേബിൾ വെച്ചിട്ട് ക്ലാസ് ഉണ്ട്, ഡെയിലി പോകണം. എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇവാലുവേഷൻ മെത്തേഡ് എങ്ങനെയായിരിക്കും? ഒരു എക്സാമിനായിരിക്കും, കാണാതെ പഠിച്ച് മെമ്മറൈസ് ചെയ്ത് എഴുതുന്ന ഒരു എക്സാം ആയിരിക്കും. 48 പേപ്പർ ഉണ്ടെങ്കിൽ 48 പേപ്പറിനും എക്സാം കാണും, റിട്ടൺ എക്സാം കാണും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വ്യത്യാസമുണ്ട് ഫിൻലാൻഡ് യൂണിവേഴ്സിറ്റികൾക്ക്. അതായത് ക്ലാസ് ഉണ്ട്, 3 ദിവസം 4 ദിവസം ഒക്കെ ക്ലാസ് ഉണ്ട്. ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ്സും കൂടെ ചേർക്കുമ്പോൾ ഒരാഴ്ചയിൽ 6 ദിവസം ക്ലാസ്സൊക്കെ ആയിരിക്കും. മനസ്സിലായോ? ഓഫ്ലൈനും ഓൺലൈനും കൂടെ ചേർക്കുമ്പോൾ കൃത്യമായ ക്ലാസ്സുകളുണ്ട്, അറ്റൻഡൻസ് വേണം, ക്ലാസ്സിൽ പോകണം, നമ്മൾ പ്രസൻ്റ് ആയിട്ട് പോകണം. ഓൺലൈൻ ക്ലാസ് മാത്രമായിട്ട് സർവൈവ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല യൂണിവേഴ്സിറ്റികളുടെ കേസിൽ. ഓക്കെ, അപ്പോൾ എക്സാം ഉണ്ടോ എന്ന് ചോദിക്കും. പല പോസ്റ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട്, പല കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചുമ്മാ ഒരു തള്ളണയാണ്. ഇപ്പം ഞാൻ നിങ്ങളെ പോലെ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് ആ പോസ്റ്റിനൊക്കെ ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. എക്സാം ഇല്ലാത്ത കൺട്രി ഫിൻലാൻഡ് എന്ന് വെച്ച് ക്ലാസ്സിൽ ചെന്ന് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഒന്നും തരില്ല അവർ. എക്സാം ഇല്ലാത്ത കൺട്രി എന്നുള്ളതാണ് ഫിൻലാൻഡ് എന്നുള്ളത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സത്യമാണ്, കേരളത്തിനെ പോലെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോലെ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം പോലെ അല്ലെങ്കിൽ മറ്റു കൺട്രിയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോലെ സകല സബ്ജക്റ്റിനും കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവുന്ന ഒരു ഇവാലുവേഷൻ മെത്തേഡല്ല ഫിൻലാൻഡിൽ. അത് സത്യമാണ്. എന്ന് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് എക്സാം ഇല്ലാത്തൊരു രാജ്യമാണ് എന്നുള്ളത് ശരിയല്ല, അത് തെറ്റാണ്. അപ്പോൾ ചില സബ്ജക്റ്റുകൾക്ക് കൃത്യമായ റിട്ടൺ എക്സാമിനേഷൻസ് ഉണ്ട്, ബുക്ക്ലെറ്റ് ഒക്കെ വെച്ചിട്ട് എക്സാമിനേഷൻ ഒക്കെ ഉണ്ട് യൂണിവേഴ്സിറ്റി വാസയിൽ, എല്ലാ യൂണിവേഴ്സിറ്റികളും കേട്ടോ. അങ്ങനെ എക്സാം ഒക്കെ ഉണ്ട്, ആയത് എനിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുണ്ട് ഈ യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ കിട്ടുന്നവർക്കും പഠിക്കാൻ പോകണമെന്നുള്ളവർക്കും കൃത്യമായിട്ട് പഠിക്കാനും കൃത്യമായിട്ട് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം അവിടെയും ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് അപ്ലൈഡ് സയൻസ്? കുറച്ച് ലിബറലാണ്. ഏത് കാര്യത്തിൽ? ഈ അറ്റൻഡൻസ് ക്ലാസ്സിൻ്റെയൊക്കെ കാര്യത്തിൽ കുറച്ച് ലിബറലാണ്. അത് ലിബറൽ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കേണ്ടത്, അവിടെ അങ്ങനെയാണ്. വേണമെങ്കിൽ പഠിക്കുക, നിങ്ങൾ ക്ലാസ്സിൽ വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളത് എടുത്ത് വെച്ച് പഠിച്ച് ക്രെഡിറ്റ് മീറ്റ് ചെയ്ത് ഡിഗ്രി മേടിക്കാം. സിമ്പിൾ. യൂണിവേഴ്സിറ്റി വാസയിലും അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഒരു സ്ട്രക്ചേർഡ് രീതിയിലാണ് ഇവിടെ പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ വരണം. ഇവിടെയും ടൈം ടേബിളൊക്കെ ഉണ്ട് കേട്ടോ. കേരളയിലെന്ന് വെച്ച് വലിയ വിഷയമൊന്നും വരാൻ പോണില്ല അപ്ലൈഡ് സയൻസുകളിൽ. ഞാനീ പറയുന്ന വാമക്കിനെ മാത്രമായിട്ടുള്ളതല്ല, പൊതുവിൽ ഇവിടുത്തെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. പിന്നെ അതിനകത്ത് എന്താണ് ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധനം പറയുന്നു, ഈ പാർട്ട് ടൈം കിട്ടും, വാസ അടിപൊളി സിറ്റിയാണ്, ഇവിടെ വന്ന് ജോലി ചെയ്ത് അടുത്ത മാസം മുതൽ EMI അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പാവപ്പെട്ട കുറേ പിള്ളേർ ഇങ്ങോട്ട് കയറി വരും. ഇവന്മാർ ഈ വാസ യൂണിവേഴ്സിറ്റി വാസയിലാണ് ഇപ്പോഴെനിക്ക് പറയപ്പെടുന്ന തെറ്റിപ്പോയി. യൂണിവേഴ്സിറ്റി വാസയിലാണ് അഡ്മിഷൻ കിട്ടുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവന്മാർക്ക് സിറ്റി മാറാനൊന്നും പറ്റത്തില്ല. വേറൊരു ജോലി നോക്കി വേറെ സിറ്റിക്ക് പോയി നോക്കാം എന്നുള്ളത് പറ്റത്തില്ല. അത് പറ്റത്തില്ല. കാരണം എന്താ? ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം 4 ദിവസം ക്ലാസ്സിന് പോകണം. അപ്പോൾ അതുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ വാമക്കിൽ വരുന്നവർക്കാണ് നമുക്കൊരു 3 മാസമൊക്കെ വാസ സിറ്റിയിൽ പാർട്ട് ടൈം നോക്കി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സിറ്റി മാറി ചിന്തിക്കുന്നത് പോസിബിളാണ്. മറ്റവന്മാർക്ക് ചിന്തിക്കാനേ പറ്റില്ല, ആദ്യത്തെ 1 വർഷമൊക്കെ എന്തായാലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ നോവിയിൽ വരുന്നവർ അവർക്കും ചിന്തിക്കേണ്ട കാര്യമില്ല, അവർക്കും വേറെ സിറ്റി ഒന്നും മാറാനായിട്ട് സാധ്യതയില്ല. പിന്നെ മറ്റൊക്കെ സ്വീഡിഷ് ഫിനിഷാണ്, ആർക്കും അങ്ങനെ അഡ്മിഷൻ കിട്ടി വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
മജോറിറ്റിയും ഫിന്നിഷ് സിറ്റിസൺസിന് യൂറോപ്യൻ കൺട്രിയിലുള്ളവർക്കൊക്കെയാണ് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ കേട്ട് പരിചയം പോലും കാണില്ല പലർക്കും ആ യൂണിവേഴ്സിറ്റിയൊക്കെ. ആ പടം നിങ്ങൾക്ക് അറിയുന്നുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് വാസ യൂണിവേഴ്സിറ്റി അപ്ലൈഡ് സയൻസ്. ഇത് രണ്ടിനെയും കൂടെ ഏത് യൂണിവേഴ്സിറ്റിക്കും വാസയെന്നായിരിക്കും നിങ്ങൾക്ക് ഏജൻസി പറഞ്ഞു തന്നത്. ഡിഫറൻസ് പറഞ്ഞിട്ടുള്ള ഏജൻസി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായി. ഇതാണ് വാസയിലുള്ള യൂണിവേഴ്സിറ്റികൾ, ഇതൊക്കെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് വാസ യൂണിവേഴ്സിറ്റി അപ്ലൈഡ് സയൻസ് മനസ്സിലായി. ഇതിനകത്ത് വേറൊരു സാധനമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ വാസ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സിറ്റിയാണ്, വളരെ ചെറിയൊരു സിറ്റിയാണ്. ഈ കൺട്രി മൊത്തത്തിൽ ചെറിയൊരു സിറ്റിയാണ്. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 12-16 മണിക്കൂർ മതി കൺട്രി മൊത്തത്തിൽ കറങ്ങി വരാൻ. ശങ്കൻ കൺട്രികളെല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം ആകെപ്പാടെ 10-60 ലക്ഷം ആൾക്കാർ, 50-60 ലക്ഷം ആൾക്കാർ ഇവിടെ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ തന്നെ 3-3.5 കോടി ജനങ്ങളുണ്ടാകുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് വാസ എന്ന് പറയുന്നത് ഒരു 70,000 ആൾക്കാരെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനകത്ത് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റികളെല്ലാം എടുക്കുകയാണ്, അപ്ലൈഡ് സയൻസ് യൂണിവേഴ്സിറ്റി, അതായത് ഹയർ സ്റ്റഡീസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 5-ൽ 3 പേര് സ്റ്റുഡൻസ് ആണ്. ഔട്ട് ഓഫ് 5-ൽ 3 പേര് സ്റ്റുഡൻസ് ആണ് ആ സിറ്റിയിൽ. ഇനി നമ്മുടെ സകല തരത്തിലുള്ള സ്റ്റുഡൻസിനെ എടുക്കാൻ നോക്കുക, ചെറുതിലെ മുതൽ മൊത്തം തരത്തിൽ PhD എല്ലാം സകല സ്റ്റുഡൻസിനെ എടുത്തു കഴിഞ്ഞാൽ 3-ൽ ഒരാൾ അവിടെ സ്റ്റുഡൻറ്റാണ്. നിങ്ങൾ സിറ്റിയിൽ കൂടെ നടന്നു പോകുമ്പോൾ 3-ൽ ഒരുത്തിന് സ്റ്റുഡൻ്റ് ആയിരിക്കും. ഇതാണ് ആ വാസ സിറ്റിയുടെ കണക്ക്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും പാർട്ട് ടൈം കിട്ടാൻ അവിടെ എന്തുമാത്രം കോമ്പറ്റീഷനുള്ള സിറ്റിയാണെന്ന്. മനസ്സിലായില്ലേ? പക്ഷെ സത്യമാണ്, ജോലിയുള്ള ഒരാൾക്ക് വളരെ ചീപ്പറായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വളരെ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുന്ന വളരെ നല്ല സിറ്റിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ വാസ എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയോ യൂണിവേഴ്സിറ്റിയോ വാസയോ വാമക്കോ ഒന്നും നിങ്ങൾക്ക് ജോലി തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുന്നില്ല. ഫിൻലാൻഡ് ജോലി തരാമെന്ന് വിളിക്കുന്നില്ല. ആരാണ് നിങ്ങളെ കളത്തരം പറഞ്ഞിങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഏജൻസി. അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റായ ഒരു റിസർച്ചിലുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നു പെടുന്നത്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ ഒരു എന്താണ് ഇവിടുത്തെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാം. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, കൊച്ചിയിൽ കൂടെ പോകുമ്പോഴത്തേക്കിനും 3-ൽ ഒരുത്തൻ സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തൂടെ പോകുമ്പോഴത്തേക്കിനും 3-ൽ ഒരാൾ സ്റ്റുഡൻ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ജോലി കിട്ടാനുള്ള സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മിനിയേച്ചർ വെർഷനാണ് വാസയ്ക്കകത്തിരിക്കുന്നത്. ഒരു മിനിയേച്ചർ വെർഷൻ. അവിടെ ഒരു ജോലിക്ക് 400 പേര് ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 40 പേരായിരുന്നാലും മതി. അത്ര എഫക്റ്റ് ഇവിടെ ഉണ്ട്, ജനസംഖ്യയും ഇവിടുത്തെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. പക്ഷെ താമസിക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതിനകത്തൊരു വർക്കുമില്ല, അടിപൊളി സ്ഥലമാണ്, ചീപ്പറാണ് താമസിക്കാനായിട്ട്, അടിപൊളി സ്ഥലമാണ്, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അടുത്ത മാസം മുതൽ EMI അടയ്ക്കണമെന്നുള്ള സ്റ്റുഡൻസിനെ കള്ളത്തരം പറഞ്ഞ് ഇവിടെ ഏജൻസിയിലുണ്ടെങ്കിൽ ദയവ് നിർത്തുക. ഏതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അത് നിർത്തുക. ഈ വീഡിയോക്ക് കൂടിപ്പോയാൽ 10-30 അങ്ങ് ഏറ്റവും പോയാൽ 100-110 വ്യൂസേ കിട്ടത്തുള്ളൂ, 5ാമത്തെ ലൈക്കേ കിട്ടത്തുള്ളൂ. അതേസമയം കുറച്ച് മഞ്ഞ് വരി ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്ന വീഡിയോയ്ക്ക് ആയിരുന്നുണ്ടെങ്കിൽ അടിച്ച് കയറി പോയാൽ മിനിമം 500 വ്യൂസ് കിട്ടിയാണ്. അപ്പോൾ ഈ വീഡിയോക്ക് കിട്ടത്തൊന്നുമില്ല. ഇത് ഏതെങ്കിലും കാലത്ത് വാസയിലുള്ള വരാൻ നിൽക്കാൻ പ്ലാൻ ചെയ്യുന്നവന് ബോധവേദം തോന്നുന്ന ഒരു വീഡിയോ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ കാണുക. കുറ്റം പറച്ചിലൊന്നുമല്ല കേട്ടോ. ഇതാണ് റിയാലിറ്റി എന്നുള്ളതാണ് കേട്ടോ. റിയാലിറ്റി ഒരിക്കലും കുറ്റം പറച്ചിലായിട്ട് നിങ്ങൾ എടുക്കരുത്. ഇതാണ് റിയാലിറ്റി. ഫിൻലാൻഡിൽ വന്ന് പാർട്ട് ടൈം കിട്ടാൻ കുറച്ചെങ്കിലും സാധ്യതയുള്ള സിറ്റിയൊക്കെ വേറെയുണ്ട്. ഒരു സിറ്റിയിലും അടുത്ത മാസം ഒരു പാർട്ട് ടൈം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സിറ്റിയും ഫിൻലാൻഡിലില്ല. അത് വേറൊരു സത്യം. ഇനി ഞാനിങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു, ബ്രോ ഇങ്ങനെയാണ് പാർട്ട് ടൈം കിട്ടി, ഇത്തിരി പാടുണ്ട്, കയ്യിൽ ഇത്തിരി പൈസ വേണം, കാരണം നമ്മൾ അടുത്ത മാസം വന്നില്ലെങ്കിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു മണിക്കൂറിന് മെസ്സേജ് അയച്ചു എനിക്ക്, ചേട്ടാ ഏജൻസി പറയാൻ ഇങ്ങനെയൊന്നുമല്ലോ ചേട്ടാ, അവിടെ ഒരുപാട് ന്യൂസ് പേപ്പർ ഡെലിവറി ജോബ് ഇഷ്ടം പോലെ ഉണ്ട്, ചെയ്യാൻ ആൾക്കാരില്ല, ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്യാൻ ആൾക്കാരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഏത് ഏജൻസി ഒന്നും എനിക്കറിയില്ല. പക്ഷെ അവർ അടിപൊളിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്റ്റുഡൻസിനെ എങ്ങനെ കൺവിൻസ് ചെയ്യുന്നത് കൃത്യമായി പഠിച്ചിട്ടിരിക്കുന്നവരാണ്. അത് അടിപൊളിയാണ്. അവനിവിടെ വരുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലായിക്കോളും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ന്യൂസ് പേപ്പർ, തുടക്കം പറയാം, ന്യൂസ് പേപ്പർ ഡെലിവറി ജോലികൾക്ക് ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ന്യൂസ് പേപ്പർ ഉണ്ട്, ന്യൂസ് പേപ്പർ ഇല്ലാത്ത രാജ്യമില്ല. പക്ഷെ അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല. ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ അങ്ങനെ ഇല്ല നമുക്ക് ജോലി കിട്ടാനൊക്കെ ആയിട്ട്. ചെയ്യുന്ന 1-2 പേരുണ്ട്. അവർ സ്ഥിരം വർഷങ്ങളായിട്ട് ആ ഒരു പോസ്റ്റിൽ തന്നെയാണ്. അവർ മാറിയാലൊക്കെ അടുത്തത് വരുള്ളൂ. വാസയുടെ ഇതാണ് കേട്ടോ. പിന്നെയാണെന്നുള്ളത് ഫുഡ് ഡെലിവറിയാണ്. ഈ ഫുഡ് ഡെലിവറി ജോബ്സിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ സ്വിഗ്ഗി സൊമാറ്റോ പോലെ ഇവിടെ 2 ആൾക്കാരുണ്ട്, വോൾട്ടും ഫുഡ് പറയും. വാസ ചെറിയൊരു സിറ്റി ആയതുകൊണ്ട് തന്നെ ഒന്ന് നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സ് വളരെ കുറവാണ്, അത് പോട്ടെന്ന് നോക്കാം. 2 ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് അപ്രൂവൽ കിട്ടുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇമ്പോസിബിൾ. കാരണം ഓൾറെഡി 1-1.5 വർഷമായിട്ട് വാസയിൽ വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കുന്നവരുണ്ട്. ഒരു സിറ്റിയും വണ്ടിയും അവിടുത്തെ ഇനിയൊരു പുതിയൊരു ഡെലിവറി ബോയിന് ആവശ്യമുണ്ടോ നോക്കിയിട്ടാണ് അപ്രൂവൽ കൊടുക്കുന്നത്. ഇപ്പോൾ വാസയിൽ കാർ വെച്ച് അപ്ലൈ ചെയ്യാം, സൈക്കിൾ വെച്ച് അപ്ലൈ ചെയ്യാം, ബൈക്ക് വെച്ച് അപ്ലൈ ചെയ്യാം, ഇലക്ട്രിക് സ്കൂട്ടർ, അങ്ങനെയൊക്കെ പല മെത്തേഡിൽ അപ്ലൈ ചെയ്യാം. പലരെയും കാര്യം എടുക്കണം തന്നെ. ഞാൻ തന്നെ 6 മാസമായിട്ട് വെയിറ്റിങ്ങിലായിരുന്നു വാസയിൽ. അപ്പോൾ അത് കളഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വേറെ സിറ്റിയിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാസയിൽ ഒരു അപ്രൂവൽ കിട്ടുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്.
കിട്ടൂല. ഇനി കിട്ടിയാൽ തന്നെയും അവിടെ വലിയൊരു ഏണിങ്സോ വലിയൊരു ഓർഡറോ ഒക്കെ വരാനായിട്ട് സീസൺ സമയത്തും സൺഡേ സമയത്തും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അല്ലാതെ അവിടെ ഒന്നും കിട്ടില്ല. അവിടെ കിട്ടില്ല എന്ന് തന്നെ പറയാം. ഫുട്വെയർ ഓൾട്ടൊന്നും കിട്ടത്തില്ല. ഇനി ഫുട്വെയർ എന്ന് പറയുന്ന ഒരു ആപ്പിന് ഓൾറെഡി കുറച്ച് സ്റ്റുഡൻസിന് അപ്രൂവൽ കിട്ടിയതാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല. കുറച്ച് സാഹചര്യത്തിൽ എനിക്കും കുറച്ച് സ്റ്റുഡൻസിനൊക്കെ അൺറെസ്ട്രിക്റ്റഡ് വർക്ക് പെർമിറ്റ് ഇല്ല എന്നുള്ളതിൻ്റെ റീസൺ വെച്ചിട്ട് ക്യാൻസലേഷൻ വന്നിരുന്നു. അതായത് നമുക്ക് 30 മണിക്കൂർ സ്റ്റുഡൻസിന് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപ്രൂവൽ ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നുള്ള രീതിക്ക് ഫുട്വെയർ കൃത്യമായിട്ട് റിജക്റ്റ് ചെയ്തിരുന്നു. ഈ വോൾട്ട് റിജക്ഷൻ ഒന്നും വരില്ല. അങ്ങനെ കിടക്കും ആ ആപ്ലിക്കേഷൻ. ഒരു അപ്ഡേറ്റും അറിയത്തില്ല. അങ്ങനെ കിടക്കും. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അങ്ങനെ ചത്തതുപോലെ അത് കിടക്കും. അപ്പോൾ ഈ 3 ഓപ്ഷനൊക്കെ പറഞ്ഞിട്ടാണ് ഏജൻസികൾ ഇങ്ങോട്ട് കയറ്റി വരുന്നത്. പിന്നെ ഏത് കടയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിലും ദൈവം സഹായിച്ച് ഫിനിഷ് വേണം, എങ്കിലേ അവരെടുക്കുകയുള്ളൂ. അല്ലാതെ അവരെടുക്കില്ല. ഈ പറയുന്ന ഞാനടക്കം പലർക്കും വാസ സിറ്റിയിൽ ഇത്രയും ഇൻ്റർവ്യൂ കിട്ടാൻ പാടാണെന്ന് വെച്ചിട്ട് പോലും എനിക്ക് അത്യാവശ്യം ഇൻ്റർവ്യൂസ് കിട്ടിയതാണ്. അവസാന നിമിഷം ഫിനിഷ് ഇല്ല എന്നുള്ള രീതിക്കാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോലി ആണെങ്കിൽ പോലും അവർ പ്രിഫർ ചെയ്യുന്ന ഒരു ഫിനിഷ് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഫിനിഷ് അറിയാന്നുള്ള ഒരാളെ തന്നെയാണ് വാസ സിറ്റിയിൽ. ചില സാഹചര്യം സ്വീഡിഷും പ്രിഫർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റിയിലേക്ക് ജോലി പ്രതീക്ഷിച്ച് പോകുന്ന സ്റ്റുഡൻസ് അടപടലം ഒന്നും കിട്ടാൻ പോണില്ല. സാധ്യത പോലും ഞാൻ പറഞ്ഞു ഒന്നും കിട്ടാൻ പോണില്ല. കാരണം ഓൾറെഡി പിള്ളേർ അവിടെ ഉണ്ട് ജോലിയൊന്നും ഇല്ലാതെ. അപ്പോൾ അതുകൊണ്ട് ഒരു സാധ്യത അവിടെ ഞാൻ കാണുന്നില്ല. ബാക്കിൽ മഞ്ഞടിക്കുന്നുണ്ട്. ഇത് വാരി അറിഞ്ഞെങ്കിൽ കുറച്ച് വ്യൂസ് കിട്ടിയാണ് എനിക്ക്. പലരും എനിക്ക് കമൻറ്റ് ചെയ്യും, ബ്രോ ഇതൊക്കെ വ്യൂസിന് വേണ്ടിയിട്ടല്ലേ ബ്രോ എന്നുള്ളതാണ്. യൂട്യൂബ് തുടങ്ങുന്നവർക്കറിയാം അതിൽ നിന്ന് 5 പൈസ നമുക്ക് കിട്ടില്ല. ഞാൻ റാണ്ടമായിട്ടേ വീഡിയോസ് വിടാറുള്ളൂ. അപ്പോൾ ഈ വാസനെ പറ്റി ചോദിക്കുന്നതുകൊണ്ടും ഞാൻ വാസയിൽ പഠിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ടും ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കണം എന്നുള്ളതാണ്. എൻ്റെ ഒരു റിസർച്ച് പേപ്പറിൻ്റെ എൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു റിസർച്ച് വരുന്ന ഇതിലായിരുന്നു. വാസയിൽ ഇത്രയും സ്റ്റുഡൻസിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, ജോബ് സാധ്യതകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, ചുമ്മാ ഒരു എന്താ പറയുക കരിയർ ഗൈഡൻസ് എന്നുള്ള രീതിക്ക് 10-30 പേരെ പിടിച്ച് വരുത്തിയിട്ട് ഒരു വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കും. മാർക്കറ്റിംഗ്, അത് ഇൻഡയറക്റ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു എൻ്റെ ഒരു തീസിസിൻ്റെ ടോപ്പിക്. നിങ്ങളുടെ ആരും പറയുന്നില്ല ജോലി തരാമെന്ന്. നിങ്ങളുടെ തെറ്റ് കാരണം കൊണ്ടും ഏജൻസി പറയുന്ന കള്ളത്തരം കൊണ്ടൊക്കെയാണ് നിങ്ങൾ വരുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്യാനായിട്ട് പഠിക്കുക. ഇപ്പോഴും ഞാൻ പറയുന്നു, കയ്യിൽ ക്യാഷ് ഉണ്ട്, അത്യാവശ്യം സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ അടിപൊളി സിറ്റിയാണ് വാസ. കാരണം 1 മണിക്കൂറിൻ്റെ ഓടി അത് ചെയ്യും. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു സിറ്റിയാണ് വാസ. അതേസമയം വന്ന് നിങ്ങൾ മറ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി, മറ്റ് യൂറോപ്യൻ കൺട്രിയിലൊക്കെ കാണുന്ന പോലെ വന്ന് ജോലി ചെയ്ത് EMI അടുത്ത മാസം മുതൽ അടയ്ക്കാം, അങ്ങനൊരു കൺസെപ്റ്റോടുകൂടി ഒരിക്കലും വരരുത്. നടപടിയാവില്ല. ഒരിക്കലും വരരുത്. അവിടെ ഒന്നുമില്ല, ആ സിറ്റിയിലൊന്നുമില്ല, നടപടിയാവില്ല. അതേസമയം ഈ സമ്മർ ജോബ് വിൻ്റർ സമയത്തുണ്ടാകുന്ന സീസൺ ജോബുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറവാണ്. സമ്മർ ജോബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പോസ്റ്റ് ഇട്ടേക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സമ്മർ ജോബ് കൊണ്ടല്ലോ, സത്യമാണ്. ഫിൻലാൻഡിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമ്മർ ജോബ് പോസ്റ്റ് ചെയ്യുന്നത് വാസയിലാണ്. ഒരു കമ്പനി വരെ 600 പോസ്റ്റ് ചെയ്യും. 600 പോസ്റ്റ്. എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റികളും മുനിസിപ്പാലിറ്റിയും കമ്പനികളും തമ്മിലുള്ള ടൈപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി 600 പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുപോലെ എത്ര സമ്മർ കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലെ അവിടെ ഒരുപാട് കമ്പനി ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ, ഞാൻ പറഞ്ഞ കളത്രമാണെങ്കിൽ ചിന്തിച്ചാൽ, നിങ്ങൾ ലിങ്ക്ഡിനകത്ത് പോയിട്ട് വാസ കമ്പനീനെ ഒന്ന് സോർട്ട് ചെയ്ത് വാസയിലുള്ള കമ്പനികളെ നോക്കിയിട്ട് അതിൽ എത്ര മലയാളീസും ഇന്ത്യൻസും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഒരാൾ പോലും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ചധികം പേരുണ്ട് കേട്ടോ. അവരെടുത്തിട്ട് അവരുടെ പ്രീവിയസ് പ്രൊഫൈലൊക്കെ ഒന്ന് നോക്കുക. അവർ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്തതെന്നും അവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പ്രോജക്ട്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നമുക്ക് വാസയ്ക്ക് പോയി കഴിഞ്ഞാൽ വല്ല നടപടിയാകുമെന്ന്. ഒരർത്ഥത്തിലും മജോറിറ്റി കേരളത്തിൽ പഠിച്ച സാധാരണ മനുഷ്യനും അവിടെ നടപടിയാവില്ല. അവിടെ ഒന്നുകിൽ അങ്ങേ അറ്റത്തെ പോസ്റ്റുകളേ ഉള്ളൂ. അതും അവർ വളരെ കൃത്യമായിട്ട് ചില ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് ജോലികളൊക്കെ കൊടുക്കാറുള്ളൂ. പിന്നെയുള്ള ചെറിയ ജോലികളൊക്കെയാണ്. ചേട്ടാ ക്ലീനിങ് ചെയ്താലും നമ്മൾ ജീവിക്കാൻ വിഷയമൊന്നുമില്ല. പക്ഷെ സാധനം വേണ്ടേ? ഐസ് വരാൻ പോലും ആരും വിളിക്കൂല ഫിനിഷില്ലെങ്കിൽ. സ്നോ വരാൻ പോലും. പിന്നെ സ്നോ നമ്മുടെ സമയമാണെങ്കിൽ ഇത്തവണ സ്നോ ഇല്ലായിരുന്നു അധികം, അതുകൊണ്ട് അത് വരാനും പറ്റില്ല. അപ്പോൾ അത്ര എളുപ്പമുള്ള പണിയുമല്ല സ്നോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ. അല്ല, ഇനി വേറൊരു ഓപ്ഷൻ ഉള്ളത്, നിങ്ങൾ ഇന്ത്യയിൽ ഏതെങ്കിലും റിമോട്ട് ജോബൊക്കെ ചെയ്തിട്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇവിടെ വരിക. അത്യാവശ്യം മാസം എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ വന്നിട്ട് ഒരു സാധനമില്ല. ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനമില്ല. ഇവിടെ empty ആണ്. ഒരു ജോലിയും കിട്ടാൻ പോണില്ല. പുല്ല് പറിക്കാൻ പോലും ഒരു പിടിക്കില്ല. ഐസ് വരാൻ വിളിക്കില്ല. അതിനൊക്കെ ഫിനിഷാണ്. ഇനി ഇതേ സമയം കൊണ്ട് അഡ്മിഷൻ കിട്ടി, അല്ലെങ്കിൽ ഏകദേശം ഫിൻലാൻഡാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഫിനിഷ് പഠിക്കാം. ഇനി ഞാൻ മെയിൻ സാധനം പറയാൻ പറ്റും, എന്തുകൊണ്ടാണ് ഈ വാസ ഇത്രയും പ്രസക്തി നേടിക്കൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ വാസ ഇത്ര എന്താണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, IELTS ഇല്ലാണ്ട്, ലാംഗ്വേജ് ബാരിയർ ഇല്ലാണ്ട്, ലാംഗ്വേജ് എക്സാമിനേഷൻ ഒന്നും വേണ്ട നമുക്കിവിടെ ഒരു അഡ്മിഷൻ കിട്ടാൻ. അതുകൊണ്ടാണ് വാമക്ക്
അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് വാസയൊക്കെ ഇത്രയും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിൽ ചില കോഴ്സുകൾക്ക്, ചിലതെന്നല്ല മെജോറിറ്റി കോഴ്സുകൾക്കും IELTS മറ്റ് ലാംഗ്വേജ് ബാരിയറോ ഒന്നുമില്ല. നമുക്കൊരു എൻട്രൻസ് കിട്ടും, അല്ലെങ്കിൽ ഒരു എൻട്രി കിട്ടും ഫിൻലാൻഡിലോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റുഡൻസ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, യൂണിവേഴ്സിറ്റി കിട്ടിയാലും മറ്റതിൽ കിട്ടിയുള്ള പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ടാണ് ഇങ്ങോട്ട് കയറി പോരാനായിട്ട്. അല്ലാണ്ട് വാസയിലൊന്നും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോലിയുള്ളവർക്ക് നമുക്ക് വളരെ സമാധാനത്തിൽ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സിറ്റിയാണ്. ജോലി ഇല്ലാത്തവർക്ക് അവിടെ നിന്ന് കണ്ടുപിടിച്ച് സർവൈവ് ചെയ്ത് എടുക്കുക എന്നുള്ളത് ഇത്തിരി പാടാണ്. അവിടെ കുറച്ച് കമ്പനികൾ പ്രിഫർ ചെയ്യുന്ന സ്കിൽ സെറ്റ് ഉണ്ട്, അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. അതിലൊന്നാണ് ഫിനിഷ്, ഒന്ന് വേറെ സ്കിൽ സെറ്റാണ്. അത് രണ്ടും ഇമ്പ്രൂവ് ചെയ്യാണ്ട് സാധ്യതയില്ല. പിന്നെ 2 വർഷമൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഫിനാൻഷ്യലി പിടിച്ചേക്കാൻ പറ്റുന്ന മലയാളി സ്റ്റുഡൻസ് ആണെങ്കിൽ കയറി പോരുക. പറ്റാത്തവർക്ക് അത് ബുദ്ധിമുട്ടാണ്. കുറ്റം പറച്ചിലായിട്ടല്ല, ഇതൊരു 2 വർഷവും കൂടെ ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ വാസയിൽ പാർട്ട് ടൈം ഉണ്ടെന്നോ അവിടെ ചെയ്യാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞ ഏജൻസികളുണ്ടെങ്കിൽ പച്ചക്കള്ളമാണ്. ഇത്രയും കള്ളം പറയുന്നൊരു എനിക്കറിയാൻ പാടില്ല. അങ്ങനെ അത് വിശ്വസിക്കുന്ന സ്റ്റുഡൻസാണ് അടുത്ത ആൾക്കാർ. അപ്പോൾ അങ്ങനെ വിശ്വസിക്കാതിരിക്കുക. കാരണം ഇവിടെ സത്യമാണ്, ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. പൊതുവിൽ ഫിൻലാൻഡിൽ ഇപ്പം നിലവിൽ വളരെ കുറവാണ്. വാസയെ സംബന്ധിച്ച് ഒന്നുമേ ഇല്ലേ. അപ്പോൾ ശരി, എന്ന് വെച്ചിട്ട് നമ്മൾ വിഷമിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവിടെ കയറി നിന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഫിൻലാൻഡ് ഹാപ്പിയസ്റ്റ് കൺട്രിയാണ്, അതുപോലെ സൂയിസൈഡ് റേറ്റ് കൂടിയ ഒരു കൺട്രിയും കൂടിയാണ് ഫിൻലാൻഡ്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് വിടുക, നമ്മുടെ അടുത്ത സാധനം നോക്കി അങ്ങ് പോവുക. അപ്പോൾ അത്രയൊക്കെ ഗഡ്സ് ഉണ്ട്, അത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ട് കയറി പോരുക. പക്ഷേ യൂണിവേഴ്സിറ്റി വാസയെ കിടക്കുന്നവർക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. വേറെ ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് സിറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ തന്നെ കിടക്കണം. അപ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ടും കൂടെയുണ്ട്. അപ്പോൾ അതും കൂടെ മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കും. ഇനി ദയവ് ചെയ്ത് യൂണിവേഴ്സിറ്റി വാസയുടെ കേസും വാസ എങ്ങനെയുണ്ടെന്നും ഒന്നും ചോദിക്കരുത്. ദയവ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇതാണ് വീഡിയോ, താല്പര്യമുള്ളവർക്ക് കാണാം. കണ്ടിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് മാത്രം ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ ചോദിക്കേണ്ട. വേറെ നല്ല മെയിൻ സിറ്റികളൊക്കെ നോക്കുക. ലിവിങ് എക്സ്പെൻസ് ഒരു പൊടിക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ ഒരു ഇൻ്റർവ്യൂവിലും കിട്ടി പൊട്ടാനെങ്കിലും പറ്റും, ജോലി കിട്ടിയില്ലെങ്കിലും. മറ്റടുത്ത് അതുമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. സിമ്പിളായിട്ട് ഇത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. വാസ ജീവിക്കാനായിട്ട് അടിപൊളി സിറ്റിയാണ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളവർക്കും അവിടെ ഓൾറെഡി ജോലിയുള്ളവർക്കും. അല്ലാത്ത പക്ഷം ജോലി ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തൊരു സ്റ്റുഡൻറ്റോ ഒരാൾക്കാരോ വന്നിട്ട് അവിടെ വാസയെ തന്നെ ജോബ് ഹണ്ട് ചെയ്ത് സർവൈവ് ചെയ്യുക എന്നുള്ളതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ഇമ്പോസിബിൾ ടാസ്ക് പോലെയൊക്കെ തന്നെയാണ് ഏകദേശം. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെക്കുക. ബാക്കിയൊക്കെ അടിപൊളിയാണ് ഫിൻലാൻഡ്. വന്ന് പഠിച്ച് കരിയർ സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് ഫിൻലാൻഡ്. പക്ഷേ ചൂസ് ചെയ്യുന്ന സ്ഥലവും ഏതെങ്കിലും ഏജൻസി വഴിയാണ് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് അത് കളഞ്ഞിട്ട് സ്വന്തമായിട്ടൊക്കെ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് കേസ് ഞാൻ എല്ലാ വീട്ടിലും പറയുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സ്നോഫോൾ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ അടുത്ത പോയി 2 വീഡിയോ ചെയ്യാം. ഓക്കെ, ബൈ.